ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അടിപൊളി പായസം കുടിക്കുന്ന കണ്ടിട്ട് ആർക്കും കൊതിയൊന്നും തോന്നണ്ട കേട്ടോ. ആർക്കും കൊതി തോന്നേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഷോപ്പിനടുത്തുള്ള ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വക രാവിലെ തന്നെ കിട്ടിയതാണ്. വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് ചേച്ചി കൊണ്ടു തന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സ്നേഹപൂർവ്വം ആരെന്ത് തന്നാലും നമ്മൾ വാങ്ങിച്ച് കഴിക്കണം. അപ്പോൾ അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. ഒരു സ്നേഹപൂർവ്വം കൊണ്ടുത്തരുമ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അവർക്ക് ഇരട്ടി സന്തോഷം. നമ്മളായിട്ട് ആരുടെയും സന്തോഷം കെടുത്താൻ പാടില്ല. എല്ലാവരും സന്തോഷത്തോടിരിക്കട്ടെ, സ്നേഹബന്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാവട്ടെ അല്ലേ? നമ്മുടെ ബോബി ചെമ്മന്നൂർ പറഞ്ഞ പോലെ, ബോച്ചെ പറഞ്ഞ പോലെ, കൺകർ ദ വേൾഡ് വിത്ത് ലവ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. അങ്ങനെ തന്നെയല്ലേ? അർത്ഥം മാറിപ്പോയിട്ടെന്നെ പറയണം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ അടുത്ത ഷോപ്പിലെ ചേച്ചിയുടെ വക കിട്ടിയ സ്പെഷ്യൽ വിഷു പായസമാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും കൊതി കൂടണ്ട, ഒരിക്കൽ കൂടി പറയാം. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു വിഷു ആഘോഷമൊക്കെ? എല്ലാവർക്കും കൈനീട്ടമൊക്കെ കിട്ടിയോ? പടക്കെല്ലാം പൊട്ടിച്ച് ആഘോഷിച്ചോ? നമുക്കെന്തായാലും കൈനീട്ടമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കൈനീട്ടമൊക്കെ തരാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ പേയിലയക്കുക. അപ്പോൾ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞുതരാം: 9745215470 97 45 21 54 70. അപ്പോൾ നമ്പർ നോട്ട് ചെയ്തിട്ട് ഗൂഗിൾ പേയിൽ ഇപ്പോൾ തന്നെ വിഷു കൈനീട്ടം. അധികം വൈകിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ അധികം വൈകിട്ടില്ല, ഇനിയും കൈനീട്ടൊക്കെ അയക്കാം. വിഷയമായിട്ട് പാട്ട് പാടണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാട്ടും കൂടി പാടാം. ഓക്കെ, അപ്പോൾ തൽക്കാലം പായസം ഒന്ന് കുടിച്ച് തീർക്കട്ടെ. പിന്നെ കൈനീട്ടം അയക്കുന്നവർ ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞു, ഇനിയിപ്പോൾ ഹിന്ദിയിലും കൂടി. അല്ലെങ്കിൽ വേണ്ട, തെറ്റിപ്പോയിട്ട് നമ്പർ തെറ്റിപ്പോയിട്ട് പിന്നെ ഗൂഗിൾ പേ അയച്ചതൊക്കെ മാറിപ്പോവും, അക്കൗണ്ട് മാറിപ്പോണ്ട. അതുകൊണ്ട് ഹിന്ദി നമ്മൾ പറയുന്നില്ല, ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാൻ തോന്നും അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ യൂസ് ചെയ്യും. അപ്പോൾ പറഞ്ഞ പോലെ വിഷു ആയാലും ഈസ്റ്റർ ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം തന്നെ ഒരുമിച്ച് ആഘോഷിക്കുക. ഇതുപോലെ സ്നേഹപൂർവ്വം ആരെങ്കിലും ഭക്ഷണം കഴിക്കാനോ പായസം കുടിക്കാനൊക്കെ വിളിക്കുമ്പോൾ അതൊക്കെ സ്വീകരിക്കുക. അപ്പോൾ അവർക്കും കൂടുതൽ സന്തോഷമാകും. സ്നേഹബന്ധങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ. മനുഷ്യർ തമ്മിലുള്ള ഐക്യവും ഒരുമയും എല്ലാം പരസ്പര ബഹുമാനവും എല്ലാം ലോകത്ത് എന്ന് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈകിയ വേളയിൽ ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. ഓക്കെ, താങ്ക് യു.